കുട്ടിക്ക് ടെൻഷൻ കാരണം ഹോളിലേക്ക് കയറിയിട്ട് ടെൻഷൻ കാരണം പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ആ കുട്ടി എത്ര കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഒരു എക്സാമിൻ്റെ ദിവസം എക്സാം കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ പറയാണ്, അപ്പോൾ നമ്മൾ റേക്കിക്ക് സജഷൻ കൊടുക്കും, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഈ കുട്ടി രാഹുൽ എക്സാം എഴുതാൻ പോകണം. അപ്പോൾ ആ കുട്ടിയിലേക്ക് റേക്കി ഒഴുകി കൂളായിട്ട് കാമായിട്ട് പഠിച്ചതൊക്കെ ഓർമ്മ വന്ന് നന്നായി എഴുതാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ഭാവിയിലൊരു കാര്യത്തിന് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു സംഭവം നന്നായിട്ട് നമുക്ക് വരണമെങ്കിൽ അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലവ് എന്ന എനർജി നിറയ്ക്കും, സ്നേഹം നിറയ്ക്കും. ലവ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഹയസ്റ്റ് ആയി നിൽക്കുന്നതാണ്. റേക്കി എന്നത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഹീലിംഗ് എളുപ്പമായിട്ട് നടക്കും. തീർച്ചയായും. അപ്പോൾ ആ കുട്ടിക്ക് ഹീലിംഗ് കൊടുത്തപ്പോൾ അവൾ ആകെ വന്നിട്ട് എൻ്റെ അടുത്ത്, അയ്യോ മാഡം, എൻ്റെ നേവൽ ഏരിയയിൽ നിന്ന് എന്തോ സാധനം തിരിയുന്നു, ഭയങ്കരമായിട്ട് തിരിയുന്നു. പിന്നെ ഇത് തേർഡ് ഐ ആണെന്നറിയാം. അപ്പോൾ തേർഡ് ഐയിലും ഭയങ്കര സെൻസേഷൻ, നേവൽ ഭയങ്കരമായിട്ട് തിരിയുന്നു എന്ന് പറഞ്ഞു. തിരിയുന്ന കറങ്ങണ അവൾക്ക് അറിയണം എന്താണത് സംഭവിക്കണത് എനിക്കെന്ന് ചോദിച്ചു. പിന്നെ പേടിക്കണ്ട, നല്ല ലക്ഷണമാണെന്ന് പറഞ്ഞു. ചക്രാസൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് അതാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു, ഞാനൊരു സംഭവം കണ്ടു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ കണ്ടു പറഞ്ഞു. അവൾ വേറൊരു സ്ഥലം, വേറൊരു നാടായിരിക്കാം, വേറൊരു കാലഘട്ടമായിരിക്കാം, വേറെ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് അവളെ തന്നെ കണ്ടു. 2 കുട്ടികൾ അടുത്തുണ്ട്. ഒരു കിച്ചണാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണല്ല, വേറൊരു തരത്തിൽ കിച്ചണിൽ ഞാൻ ആ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ അവരുടെ കൂടെ കളിക്കുകയൊക്കെ കൈകളിലൊക്കെ എന്തൊക്കെയോ വെച്ച് ഇത് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഞാനാണ്, അത് ഉറപ്പാണ്. കുട്ടികൾ അവൾക്കറിയില്ല, കുട്ടികളുണ്ട്, എൻ്റെ കുട്ടികളായിരിക്കാം എന്ന് പറഞ്ഞു. ഞാനാണ് അതെന്ന് പറഞ്ഞോളൂ. എന്താണ് അതെന്ന് ചോദിച്ചവൾ. അപ്പം ഞാൻ പാസ്റ്റ് ലൈഫ് അല്ലാതെ എന്താണ് അതവൾ ഉറപ്പിച്ച് പറയണം. ആ കാണുന്ന വ്യക്തിയെ ഞാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചെന്ന് എടുത്തപ്പോൾ ഞാൻ 2-3 ദിവസത്തെ ഹീലിംഗ്, എല്ലാ ദിവസവും 2-3 ദിവസത്തെ ഹീലിംഗ് എടുത്തുള്ളൂ. 2 ദിവസവും ആ കുട്ടിക്ക് നല്ല അത് പാസ്റ്റ് ലൈഫ് ആണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇതുപോലെ അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വേറെ മാസ്റ്റേഴ്സൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായത് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് എനിക്കിത് പാസ്റ്റ് ലൈഫ് ആണെന്ന് അറിയുന്നത്. നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സോളിനെ തിരിച്ചറിയും. നമ്മൾ വേറൊരു ഡ്രസ്സിലാണെങ്കിലും നമ്മൾ വേറൊരു ബോഡിയിലാണെങ്കിലും നമുക്ക് നമ്മളാണ് എന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും. അങ്ങനെ ആ കുട്ടിക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനാണത് നമ്മൾ പറഞ്ഞു. മറ്റേവരെയൊന്നും നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും ഏതൊരു ഇതിലാണെങ്കിലും. അതാണ് അവിടെ സംഭവിച്ചത്. മാം അങ്ങനെ പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുണ്ടോ? മാമിൻ്റെ എൻ്റെ പാസ്റ്റ് ലൈഫ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മറ്റുള്ളവരുടെ ഹീലിംഗ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർ പാസ്റ്റ് ലൈഫും ഇതൊക്കെ പറയുന്നത്. ഇതല്ലാതെ റേക്കിയിൽ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പോൾ പലർക്കും ഒരു വിശ്വാസമുണ്ട് റേക്കി ഇപ്പം നമ്മൾ ഒരു പ്ലാസിബോ എഫക്റ്റ് ആണെന്ന്. അതായത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ റേക്കി പ്രവർത്തിക്കുള്ളൂ. കാരണം അത് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഹീലിംഗ് എന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ആ അസുഖം മാറ്റുന്നത്. അല്ലാതെ അതിന് റേക്കിക്ക് പ്രത്യേക ശക്തിയൊന്നുമില്ല എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതല്ലാന്ന് തെളിയിക്കുന്ന ഒരു അനുഭവം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഒരമ്മ ഒരു മകന് വേണ്ടിയിട്ട് ഹീലിങ്ങിന് വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഹീലിംഗ് എടുക്കാം. കുട്ടിക്ക് വേറെയും ഓരോ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി ഹീലിംഗ് എടുക്കാറുണ്ട്. സുഖമുണ്ടെന്ന് മാറ്റമുണ്ട്. മകൻ അറിയണേ ഇല്ല. ഈ അമ്മയാണ് ഹീലിങ്ങിൻ്റെ സമയത്ത് ഇരിക്കുന്നതും മകന് വരുന്ന മാറ്റങ്ങളൊക്കെ നോക്കി എന്നോട് പറയണം. ആ കുട്ടിക്ക് മുമ്പും കുറേ ഹീലിംഗ് എടുത്തു, ആ കുട്ടി അറിഞ്ഞിട്ടേ ഇല്ല. ഇതിപ്പം വന്നത് എക്സാമിൻ്റെ ഒരു കാര്യം. എക്സാം എഴുതാൻ ആ കുട്ടിക്ക് എക്സാമാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാൻ എക്സാമിന് നമ്മൾ പലതരത്തിൽ പ്രോഗ്രാം ചെയ്യും. ഒന്നാമത് നന്നായിട്ട് എഴുതാൻ എഴുതും. ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പഠിച്ചത് ഓർമ്മ വരാനൊക്കെ ഉള്ള രീതിയിൽ ചിലരെടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ആ കുട്ടിക്ക് ടെൻഷൻ കാരണം ഹോളിലേക്ക് കയറിയിട്ട് ടെൻഷൻ കാരണം പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ടെൻഷനൊന്ന് കുറയാനാണ് ഹീലിംഗ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു 4-5 ദിവസം മുമ്പേ പ്രോഗ്രാം ചെയ്ത് വെക്കും. എക്സാം ഹാളും ആ കുട്ടീനെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ കുട്ടി എത്ര കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഒരു എക്സാമിൻ്റെ ദിവസം എക്സാം കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ പറയാണ്, അമ്മ എത്രയും ഞാൻ അനുഭവിച്ച ടെൻഷൻ ആ ഹോളിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷത്തിൽ എൻ്റെ അടുത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്രയും ഉണ്ടായിരുന്ന ടെൻഷൻ ആ ഹോളിലേക്ക് കയറിയ സമയത്ത് ആൾക്ക് ഉണ്ടായില്ല. അപ്പോൾ ആ കുട്ടി ഹോളിലേക്ക് കയറിയതും റേക്കി ആ കുട്ടിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. നമ്മൾ ഇത്രയും ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ടൈം ഇത്ര സമയം മുതൽ എക്സാം ടൈം അവർ പറഞ്ഞുതരും. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെയാണ് എക്സാം. അപ്പോൾ നമ്മൾ റേക്കിക്ക് സജഷൻ കൊടുക്കും, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഈ കുട്ടി രാഹുൽ എക്സാം എഴുതാൻ പോകണം. അപ്പോൾ ആ കുട്ടിയിലേക്ക് റേക്കി ഒഴുകി കൂളായിട്ട് കാമായിട്ട് പഠിച്ചതൊക്കെ ഓർമ്മ വന്ന് നന്നായി എഴുതാൻ വേണ്ടിയിട്ട് സഹായിക്കണം. അപ്പം അത് വർക്ക് ചെയ്യും.
അപ്പോൾ ആ കുട്ടി അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പേടി, ഇത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ചത്, ഞാനിങ്ങനെ ഹാളിലേക്ക് കയറിയപ്പം ഇത്രയും കൂളായി എന്നാ കുട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരാൾ ഒരു മാഡം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റേക്കി, ഇത്രയും ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അവനാകെ അങ്ങനെ ചെയ്താൽ എങ്ങനെ ആവുമോ എന്ന് ചോദിച്ചു. പിന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹീലിംഗ് ആ കുട്ടിക്ക് നേരിട്ട് എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇതിന് വേണ്ടി ഹീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. ഇത് ഇത്തരത്തിൽ ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഫീൽ ചെയ്യത്തുള്ളൂ? അതെ, ഫീലിംഗ് പറഞ്ഞ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഫീൽ കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പെട്ടെന്ന് കാമാവണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. റേക്കി മേലേക്ക് നമുക്ക് ഈ വൈബ്രേഷൻ, ആ പിന്നെ തലയിലുള്ള ഷവർ, അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിലും ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലെങ്കിലും. അത് നമുക്കൊരു മാജിക്യൂറായിട്ട് പെട്ടെന്നൊരു ഇത് സംഭവിക്കുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്, ചെറിയ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. ചിലവരിൽ അത് ഷിഫ്റ്റ് പെട്ടെന്നായിരിക്കും, വലിയ ഷിഫ്റ്റുകളായിരിക്കും. പക്ഷേ ഈ എക്സാം പോലെയുള്ളതൊക്കെ ഒരുപാട് പേർക്ക് എക്സാമിന് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉള്ള മാറ്റങ്ങൾ ഒരുപാട് പേർക്ക് റിലീഫ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രോഗ്രാമിങ് ചെയ്യുന്നത്. മൊത്തത്തിൽ അവരുടെ ജീവിതം മാറ്റി. അല്ല, ഒരു കാര്യം, ഒരു ഇവൻറ്റിനാണ്. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകണം, അപ്പം നമ്മളത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കും, ഏറ്റവും നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റണം. ആ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുമ്പോൾ അവർ സക്സസ് ആയിട്ട് അവർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്താ ആവശ്യത്തിനാണ്, ഇതിന് മാത്രമല്ല, നമുക്ക് പല പല കാര്യങ്ങൾക്കും ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കാം. ഭാവിയിലൊരു കാര്യത്തിന്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു സംഭവം നന്നായിട്ട് നമുക്ക് വരണമെങ്കിൽ അതിന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന ഹീലർമാരോട്, അതായത് എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിക്കുന്നുണ്ട്, മാം തന്നെ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന ഹീലർമാരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലവ് എന്ന എനർജി നിറയ്ക്കും, സ്നേഹം നിറയ്ക്കാം. ലവ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഹയസ്റ്റായി നിൽക്കുന്നതാണ്. റേക്കി എന്നത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലവ് നിറയ്ക്കുമ്പോൾ, സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫ്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഓർക്കുമ്പോൾ തന്നെ റേക്കിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ആ ഫ്ലോ കൂടുന്നതറിയാം. അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹാർട്ടിൽ ലവ് കൂടുന്നതുകൊണ്ട്. അങ്ങനെ ആ ലവ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്ലോ കൂടുമ്പം ഈ ഹീലിംഗ് വേഗം നടക്കും, എഫക്റ്റീവ് ആവും, എഫേർട്ട്ലെസ് ആവും. അപ്പം നമ്മളെപ്പോഴും റേക്കി ചെയ്യുമ്പോൾ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ, വേറെ ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ സ്നേഹം നിറച്ചാൽ മതി, വേഗം ഹീലിംഗ് നടക്കുമെന്നുള്ളതാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഹീലിംഗ് എളുപ്പമായിട്ട് നടക്കും. തീർച്ചയായും സ്നേഹം ഉണ്ടെങ്കിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫ്ലോ, നമുക്കെന്നെ പരീക്ഷിച്ച് നോക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫ്ലോ പെട്ടെന്ന് കൂടുന്നതറിയാം. നമ്മൾ സ്നേഹമുള്ളൊരു സംഭവം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആളെ ഓർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചേഞ്ചസ് വരികയാണ് നാട്ടിൽ. അപ്പോൾ ആ റേക്കി വേഗം ഫ്ലോ ചെയ്യും. എന്നാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ടിരിക്കാം.